ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് 28. നമ്മളിപ്പോൾ അധ്യായം 3 ഇന്ദ്രപർവത്തിൽ ഇന്ദ്രനെ പറ്റിയാണ് നോക്കുന്നത്. എല്ലാ കർമ്മങ്ങളും ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട്, അതിനാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അതിൽ ഖണ്ഡം 4 പറയുന്നത് എന്താണെന്ന് നോക്കാം. അപ്പോൾ 263 മന്ത്രത്തിൽ പറയുന്നത്, നിങ്ങൾ ആഗ്രഹിച്ച വരമെല്ലാം ദാനമായി നൽകുന്നവനാണ്. ആര്? ഇന്ദ്രനോട് പറയുകയാണ്. നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അതെല്ലാം ഇന്ദ്രൻ സാധിപ്പിച്ചു തരും. കാരണം നമ്മൾ യത്നം ചെയ്താൽ മതി. നമ്മളൊരു ചോറുണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ട സാധനങ്ങളെല്ലാം കൊടുത്ത് അഗ്നിയെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രനെ ഇത് ചോറാക്കി തരും. സാമ്പാറിൻ്റെ സാധനം കൊടുത്താൽ സാമ്പാറാക്കി തരും. ആ സിസ്റ്റത്തിലെ അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തി, അങ്ങനെയുള്ള അങ്ങനെയാണ് നമ്മൾ എപ്പോഴും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങ് വന്നെത്തുന്നത്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങാണ് വന്നെത്തുന്നത്. എപ്പം നമുക്ക് രക്ഷ ആവശ്യമുള്ളപ്പോഴും എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടപ്പോൾ അങ്ങ് നമ്മുടെ അടുത്ത് വരും. എന്നിട്ട് നമ്മളെ ആഗ്രഹം സാധിപ്പിച്ചു തരും. നമുക്ക് എഴുന്നേൽക്കണമെന്ന് തന്നെ വെച്ചോ. എഴുന്നേൽക്കണ്ടിക്കൽ ഭൂമി പിടിച്ച് വലിക്കുന്നുണ്ട്, എഴുന്നേൽക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അതാണ് വൃത്രാസുരൻ. എല്ലാത്തിനെയും എതിർക്കുന്ന ശക്തിയെ വൃത്രാസുരൻ എന്ന് വേണമെങ്കിൽ പറയും. അപ്പം നമ്മൾ ആഗ്രഹിക്കുകയാണ് എഴുന്നേൽക്കണമെന്ന്. അപ്പം നമ്മളെ ശരീരത്തിൽ അതിന് വേണ്ട ശക്തിയെല്ലാം കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ് കിട്ടുന്നത്. ഭക്ഷണം ആ വേണ്ട അവയവങ്ങളിൽ അതിൽ നിന്നുള്ള ഊർജം ചെന്നിട്ട് അവിടെ ഒരു രാസപ്രവർത്തനം നടന്നിട്ട് അതിൽ നിന്നുള്ള ഊർജമാണ് മസിലുകളെ പ്രവർത്തിപ്പിച്ചിട്ട് നമ്മളെ ഉയർത്തുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ രക്ഷ, എന്ത് രക്ഷ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അങ്ങ് വന്നെത്തും. ദൂരത്തായാലും സമീപത്തായാലും അങ്ങ് വന്നിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു. അപ്പോൾ ഇന്ദ്രനാണ് എല്ലാം എന്ന് പറയുമ്പോൾ ഇന്ദ്രനില്ലാത്ത സ്ഥലവുമില്ല. ഉദാഹരണമായിട്ട് നമ്മളെ ചോറ് വെക്കും ഇന്ദ്രൻ സഹായിക്കുകയാണ്. അടുത്ത വീട്ടിൽ ചോറ് വെക്കുകയാണെങ്കിൽ അന്നേരം അവിടെയും സഹായിക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ഇവിടുന്ന് ഓടിപ്പോയി അവിടെ ചെയ്യണ്ടേ? അപ്പോൾ അടുത്തായാലും ദൂരെയായാലും എവിടെയായാലും ആ സമയം അത് എത്തിക്കുകയുള്ളൂ. അപ്പം ഇന്ദ്രൻ എന്നത് വ്യാപകമായ ഒരു പ്രേരക ശക്തിയാണ്. ഇനി 264. അപ്പോൾ അങ്ങ് എപ്പോഴാണ് ദ്വിലോകങ്ങളിലും കാണപ്പെടുന്നത്? അപ്പം ദ്വിലോകം എന്ന് പറഞ്ഞാൽ 2 ലോകമായിട്ട് എടുക്കാം. നമ്മൾ ഈ ജീവിക്കുന്ന ഈ ലോകത്തിലും അങ്ങുണ്ട്, മരിച്ചു കഴിഞ്ഞാലും അങ്ങ് അവിടെയുണ്ട്. മരിച്ചു കഴിയുമ്പോൾ നാം എന്ന് പറയുമ്പോൾ ആരാണ്? നമ്മുടെ ആത്മാവാണ്. ശരീരം അതെടുത്ത് അടിഞ്ഞ ഒരു ഉപകരണം മാത്രമാണ്. അപ്പം മരിച്ചു കഴിഞ്ഞാലും അവിടുന്ന് തിരിച്ച് അവിടെ വെച്ച് നമുക്ക് കാണാമെന്ന് പറയുകയാണ്. ഈ ശരീരമുള്ളപ്പോഴാണ് ഇന്ദ്രനെ കാണാൻ പറ്റാത്തത്. അന്ന് എപ്പോഴാണ് ദ്വിലോകത്തിൽ കാണപ്പെടുന്നത്? അവിടെ എത്തുമ്പോൾ നമ്മളെല്ലാം ഒരേ രൂപത്തിൽ തന്നെയാണ്. ഇന്ദ്രനെയും കാണാൻ പറ്റില്ല. ഈ പ്രേരക ശക്തി ഇനി എങ്ങനെയാണ് കാണാൻ പറ്റുന്നത്? അങ്ങ് എപ്പോഴാണ് അതിന് വളരെ അടുത്തായ അന്തരീയ ഭാഗത്ത് കാണപ്പെടുന്നത്? അപ്പം അങ്ങ് മരിച്ചു കഴിഞ്ഞാലും കാണും, എവിടെ ഏത് ലോകത്ത് പോയാലും അങ്ങ് അവിടെ ഉണ്ടാവും. ആ എന്തെങ്കിലും കർമ്മം ചെയ്യാണെങ്കിൽ. കാരണം നമ്മളെ ജനിപ്പിക്കണ്ടിക്കലും ഇന്ദ്രനാടെ വന്നിട്ടാണല്ലോ ഗർഭപാത്രത്തിലേക്ക് കടന്നിട്ട് ആത്മാവോടും കൂടി വന്നിട്ട് പുതിയ ജന്മം എടുപ്പിക്കാൻ. എല്ലായിടവും കാണപ്പെടുന്ന അങ്ങേക്ക്. അതുകൊണ്ട് അങ്ങെല്ലായിടവും ഉണ്ട്. അതുകൊണ്ട് അങ്ങേക്കാണ് വേണ്ടിയാണ് നമ്മൾ ഈ യജ്ഞങ്ങളിൽ സ്തുതികൾ അർപ്പിക്കുന്നത്. നമ്മളൊരു യജ്ഞം ചെയ്യുമ്പോൾ അങ്ങ് വരും അത് ശരിയാക്കി തരാൻ, ആ യജ്ഞത്തിൻ്റെ ഫലം നൽകാൻ. കൊടുക്കുന്ന വസ്തുക്കളെയെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന വസ്തുവാക്കി മാറ്റിത്തരാം. അപ്പോൾ നമ്മൾ എന്ത് വേണം? സ്തുതികൾ അർപ്പിക്കുന്നത്. സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. സ്തുതി എന്ന് പറഞ്ഞാൽ സയൻസ്. നമ്മൾ അതിന് യോജിച്ച ശാസ്ത്ര തത്വങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. സയൻസിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അത് ശരിയാക്കി തരികയുള്ളൂ.
ഇനി 265. അതുകൊണ്ട് യജ്ഞങ്ങളിൽ അനുഗ്രഹം ചൊരിയുന്ന അദ്ദേഹം എപ്പോഴും നമ്മൾ ആഗ്രഹം സാധിപ്പിച്ചിട്ട് അനുഗ്രഹം ചൊരിയാൻ വേണ്ടി തയ്യാറായിരിക്കുമ്പോൾ നമ്മൾ എന്ത് വേണം? സ്തുതികൾ അർപ്പിക്കണം. പുതിയ പുതിയ ശാസ്ത്ര തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങേരെ സമീപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പുതിയ പുതിയ വസ്തുക്കളെല്ലാം ഉണ്ടാക്കിത്തരും. അങ്ങനെ ആ സ്തുതിയേൽക്കുന്ന ഉന്നതങ്ങളിലെ ഇന്ദ്രനാണ്. അങ്ങനെ നിങ്ങൾ സ്തുതിയേൽപ്പിക്കുമ്പോൾ, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രനെ സമീപിക്കുമ്പോൾ ഏവരെയും സംരക്ഷിക്കുന്ന മഹാപ്രതിഭയാണത്. ചുരുക്കത്തിൽ നമ്മൾ നല്ല നല്ല ശാസ്ത്ര തത്വങ്ങൾ കണ്ടെത്തിയിട്ട് പ്രയോഗത്തിൽ വരുത്താൻ വേണ്ടി യജ്ഞം നടത്തണം. അപ്പോൾ ഇന്ദ്രൻ അതിനെ സഫലമാക്കി തരും. 266. മൂന്ന് ഭാഗങ്ങളുള്ളതും തണുപ്പിനെയും ചൂടിനെയും വർഷത്തെയും തടയുന്നതും പരന്നതുമായ ഗൃഹം അല്ലയോ ഇന്ദ്ര നീ നമുക്ക് നൽകിയാൽ. 3 തരത്തിലുള്ള പ്രൊട്ടക്ഷൻ നമ്മൾ വീട്ടിന് വേണ്ടിയിട്ട് നീ ഞങ്ങൾക്ക് തരണം. എന്താണ് 3 തരത്തിലുള്ള പ്രൊട്ടക്ഷൻ? വീട് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഏത് തരത്തിൽ? ചൂടിനെതിരായിട്ട്, തണുപ്പിനെതിരായിട്ട്, മഴയ്ക്കെതിരായിട്ട്. അപ്പോൾ മഴയിൽ നിന്നും ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും എല്ലാം സംരക്ഷിക്കുന്ന ഗ്രഹം നീ ഉണ്ടാക്കി തരണമെന്ന് പറയുകയാണ്. അപ്പം നമ്മൾ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കെട്ടിടം കെട്ടുകയാണെങ്കിൽ ആ കെട്ടിടത്തിന് നമ്മളെ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും വർഷത്തിൽ നിന്നും എല്ലാം രക്ഷിക്കാൻ കഴിയും. അതിനനുസരിച്ച് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീട് വെച്ചാൽ മതി. ഇന്ദ്രൻ അത് സാധിപ്പിച്ച് നല്ല AC എല്ലാം ഫിറ്റ് ചെയ്തിട്ടുള്ളൊരു വീട്, നല്ല കോൺക്രീറ്റ്, അപ്പം മഴയൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. തണുപ്പിന് വേണ്ടിയിൽ വളരെ തണുപ്പാകുന്നുണ്ടെങ്കിൽ നല്ല അതിനുള്ള മെറ്റീരിയൽ എല്ലാം ആകുമ്പോൾ തണുപ്പകത്തേക്ക് കയറില്ല. അങ്ങനെ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു യജ്ഞം നടത്തുക, നല്ലൊരു വീടുണ്ടാക്കുക. അപ്പോൾ ഇന്ദ്രൻ ആ വീട് പൂർത്തീകരിച്ച് തരും ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പം നമുക്ക് ചൂടൊന്നും തണുപ്പൊന്നും അല്ല, ഇന്ദ്രൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വീടുണ്ടാക്കി തരും. ശത്രുക്കളുടെ ആയുധങ്ങളെല്ലാം നീ അവിടെ നിന്ന് തട്ടി ദൂരത്തേക്ക് മാറ്റണം. നമുക്ക് ശത്രുതയാവുന്ന ചൂടായാലും തണുപ്പായാലും എല്ലാത്തിനെയും നീ അടിച്ച് ദൂരക്കളയണം. അങ്ങനെ വീടുണ്ട് ഉണ്ടാക്കി തന്നിട്ട്. ഇനി 267. എങ്ങനെ ആശ്രയം കൊതിക്കുന്ന കിരണങ്ങൾ സൂര്യനെ സേവിക്കുന്നത്. സൂര്യനെ ആശ്രയിച്ച് കഴിയുന്ന കിരണങ്ങൾ എങ്ങനെയാണ് സൂര്യന് വേണ്ടി കർമ്മം ചെയ്യുന്നത്? സൂര്യനിൽ നിന്ന് വരുന്ന രശ്മികളാണ് ചെടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. ഇത് സൂര്യന് വേണ്ടിയാണ് ചെയ്യുന്നത്. സൂര്യന് വേണ്ടി കിരണങ്ങൾ എങ്ങനെ ചെടികളിൽ ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിക്കുന്നു? സൂര്യപ്രകാശത്തിലെ കിരണങ്ങൾ തന്നെ നമുക്ക് ശരീരത്തിൽ ചില ഗുണങ്ങളായിട്ടുള്ള വൈറ്റമിൻ എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അതെല്ലാം സൂര്യന് വേണ്ടിയാണ്. കിരണങ്ങൾ നമ്മളെ സേവിക്കുന്നത് പോലെ ഇന്ദ്രനെ നമ്മളും യജ്ഞം ചെയ്യുന്നവരും സേവിക്കുക. സൂര്യനെ കിരണങ്ങൾ സഹായിക്കുന്നത് പോലെ ഇന്ദ്രൻ യജ്ഞത്തിൽ ഇന്ദ്രനെ സേവിക്കണം. ഇന്ദ്രനെ നമ്മൾ സേവിക്കുക. ഇന്ദ്രനെ സേവിച്ചു കഴിഞ്ഞാൽ യജ്ഞം വിജയമാകും. ഒരു ചോറുണ്ടാക്കുന്ന യജ്ഞമാണെങ്കിൽ ഇന്ദ്രന് നല്ല അരിയും നല്ല വെള്ളവും വേണ്ട ചൂടും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ തൃപ്തിയാകും. നേരെ മറിച്ച് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ, നല്ല ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞാൽ പ്രഷർ കുക്കറിലെല്ലാം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇന്ദ്രൻ നല്ല വേഗത്തിൽ നല്ല പദമുള്ള ചോറാക്കിയിട്ട് തരും. നേരത്തെ വീടിൻ്റെ ഉദാഹരണം പറഞ്ഞത് വലിയ വലിയ കർമ്മങ്ങൾ, എന്ത് കർമ്മങ്ങളും ലാബിൽ നടക്കുന്ന കർമ്മങ്ങളെല്ലാണെങ്കിലും സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം. ഈ ഇന്ദ്രനിൽ നിന്ന് അതിലൂടെ നമുക്കെന്ത് ലഭിക്കും? ധനം ലഭിക്കും.
അപ്പം നമ്മൾ യജ്ഞം ചെയ്താൽ ഇന്ദ്രനെ ഫലം നൽകും, നമുക്ക് ധനം നൽകും. അങ്ങനെ അതിൽ നിന്നുള്ള ധനം നമ്മുടെ ഭാഗം നമ്മൾ സ്വീകരിക്കുന്നു. ഇന്ദ്രന് വേണ്ടത് ഇന്ദ്രന് കൊടുക്കുന്നു, ഇന്ദ്രന് വേണ്ട അരിയും വെള്ളമെല്ലാം ഇന്ദ്രന് കൊടുക്കുന്നു. അതിൽ നിന്ന് കിട്ടുന്ന ഇന്ദ്രൻ തരുന്ന ചോറ് നമ്മളെടുത്തിട്ട് വിറ്റിട്ട് ഹോട്ടലിൽ കൊണ്ടുപോയി വിറ്റിട്ട് ധനം നേടുന്നു. ഇനി 268. ഇന്ദ്രനുമായി ബന്ധമില്ലാത്ത ഒരു മനുഷ്യനും അന്നത്തെ പ്രാപിക്കുന്നില്ല. ഇന്ദ്രനുമായിട്ട് ബന്ധമില്ലെങ്കിൽ അന്നം കിട്ടില്ല. കാരണം അന്നം ഉണ്ടാക്കണ്ടെങ്കിൽ ചോറുണ്ടാക്കണ്ടെങ്കിൽ നമ്മൾ അധ്വാനിക്കണം, ചോറുണ്ടാക്കണം. ഇല്ലെങ്കിൽ അന്നം കിട്ടുക. ഇപ്പം നെല്ല് നട്ടിട്ട് നെല്ല് കിളിർത്ത് വരണ്ടെങ്കിൽ നമ്മൾ ഭൂമി എല്ലാം കിളക്കണം. കിളക്കുമ്പോൾ ഇന്ദ്രൻ വരും, കിളക്കാൻ സഹായിക്കും. വിത്തിടുമ്പോൾ ഇന്ദ്രൻ വരും. വിത്ത് നമ്മളെ മസിൽസിലൂട്ടിയാൽ ഇന്ദ്രൻ ആക്ട് ചെയ്യും, എന്നിട്ട് വിത്തിടാൻ സഹായിക്കും. വിത്തിനെ മുളപ്പിക്കുമ്പോഴും അവിടെ ഇന്ദ്രനുണ്ട്. ഇനി കായ്ക്കുന്നവരെ ഇന്ദ്രൻ അവിടെയുണ്ട്. എല്ലാം അവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ചിട്ട് നമുക്ക് ധനം തരും. പക്ഷേ നമ്മളെ യജ്ഞം ചെയ്തിട്ടില്ലെങ്കിലും ഒരു ചുക്കും ഇന്ദ്രൻ തരാൻ പോകുന്നില്ല. ആ ഇന്ദ്രനെ മനസ്സിലാക്കുന്നവർ അതിൻ്റെ കുതിരകളെയും മനസ്സിലാക്കുന്നു, ആ കുതിരശക്തിയും നേടുന്നു. കാരണം ഇന്ദ്രനിലൂടെ, യജ്ഞത്തിലൂടെയാണ് നമ്മൾ ബലം കിട്ടുന്നത്. ആ കുതിരശക്തി നമുക്ക് ലഭിക്കും. ഇന്ദ്രൻ്റെ കുതിരശക്തി, അതായത് യജ്ഞങ്ങൾ ചെയ്യുമ്പോഴാണ് ശക്തി ലഭിക്കുന്നത്. എവിടെയാണ് നമുക്ക് ശക്തിയായിട്ട്? ഇവിടെ ചോറായിട്ടാണ് നേരത്തെ പറഞ്ഞെങ്കിൽ ഒരു കാറിൽ എന്താണ് കിട്ടുന്നത്? പെട്രോൾ കൊടുത്ത് കത്തിക്കുമ്പോൾ അവിടെ എനർജിയാണ് ഉണ്ടാകുന്നത്, ഊർജമാണ് ഉണ്ടാകുന്നത്, ബലമാണ് ഉണ്ടാകുന്നത്. ആ ബലം കൊണ്ടാണ് നമ്മൾ കാറിനെ തള്ളിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ ഇന്ദ്രൻ എന്തുണ്ട്? പല നിറങ്ങളിലുള്ള കുതിരകളുണ്ട്. പല തരത്തിലുള്ള ഊർജത്തെ നമുക്ക് ലഭിക്കാം. കാരണം ബൾബിൽ തന്നെ ചുവപ്പ് ലൈറ്റ് ഉണ്ടാക്കാം, പച്ച ലൈറ്റ് ഉണ്ടാക്കാം, ഏത് വെള്ള ലൈറ്റ്, ഏത് തരത്തിലുള്ള ലൈറ്റ് വേണമെങ്കിലും നമുക്ക് കിട്ടാം. അത്തരത്തിലുള്ള ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ യജ്ഞം നടത്തിയാൽ ഇന്ദ്രനാണ് എന്ത് ചെയ്യുന്നത്? അത്തരത്തിലുള്ള പല വർണ്ണത്തിലുള്ള കുതിരകളെ, അതായത് ഊർജത്തെ, നമുക്ക് പ്രകാശത്തെ നമുക്ക് നൽകും. കാരണം അവന് അതിനെല്ലാം പിന്നിലുള്ളത്, അങ്ങനെ പല തരത്തിലുള്ള കുതിരകളെ പൂട്ടുന്നത് ഇന്ദ്രനാണ്. അപ്പം ഇത് ഏതിനെ പറ്റിയാണ് പറയുന്നത്? പ്രകാശോർജം ഉണ്ടാക്കുന്ന യജ്ഞത്തെ പറ്റിയാണ്. പലതരം വെളിച്ചങ്ങൾ ഉണ്ടാക്കുന്ന ഇന്ദ്രനെ പറ്റിയാണ്. അവിടെ ഈ യജ്ഞങ്ങളാണ് നടക്കുന്നത്. പലതരം ബൾബുകൾ, പലതരം പ്രകാശമുള്ള ബൾബുകളെല്ലാം നമുക്ക് ഉണ്ടാക്കാം. അവിടെ എന്ത് ചെയ്യും? ഇന്ദ്രൻ പലതരത്തിലുള്ള വെളിച്ചങ്ങളായിട്ട് നമുക്ക് തരും. അങ്ങനെയാണ് പലതരം വെളിച്ചങ്ങൾ കിട്ടുന്നത്. അതെല്ലാം ഇന്ദ്രൻ്റെ കുതിരകളാണ്. കുതിര എന്ന് പറയുമ്പോൾ ഹോഴ്സ് പവർ, എനർജിയാണ്. വെളിച്ചമെല്ലാം പ്രകാശോർജം തന്നെ പലതരത്തിലുണ്ട്, പല നിറത്തിൽ ഉണ്ട്. ഇന്ദ്രനാണ് പലതരത്തിലുള്ള കുതിരകളെ കൂട്ടുന്നത്. അപ്പോൾ ഒരു യജ്ഞം നടത്തുമ്പോൾ ആ യജ്ഞത്തിൽ കുതിരകളെ കൂട്ടുന്നതും ഇന്ദ്രനാണ്. അപ്പം നിറങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. എല്ലാം ഒരു റോക്കറ്റിനെ, കാറിനെ ചലിപ്പിക്കണ്ടെങ്കിൽ ആ രഥത്തിൽ നമ്മൾ ഊർജത്തെ കൊടുത്തു കഴിഞ്ഞാൽ, ഇന്ധനം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കത്തിയിട്ട് അതിൽ നിന്നുള്ള ഊർജം കൊണ്ട് കാറിനെ ചലിപ്പിക്കുന്നതിനും നേതൃത്വം കൊടുക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ. അപ്പോൾ ഇന്ദ്രനെ ബലത്തിനായി ഉപയോഗിക്കാം, പാചകത്തിനായി പുതിയ വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം, പലതരം നിറങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇതിലെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന, ആ യജ്ഞങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇന്ദ്രനാണ്. ഇനി 289. ശത്രുക്കളുടെ പോരാട്ടത്തിൽ നമ്മൾ ഇന്ദ്രന് വേണ്ടി സ്തോത്രങ്ങൾ ആലപിക്കുവിൻ. എല്ലാ യജ്ഞങ്ങളും ഒരുതരം ഏറ്റുമുട്ടൽ തന്നെയാണ്. ഒരു ഏറ്റുമുട്ടലിലൂടെയാണ് ഒരു വസ്തുവിനെ വേറൊന്നായി മാറ്റുന്നത്.
ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ. ഓരോ വസ്തുവിനും അതിൻ്റെ അവസ്ഥയിൽ തുടരാനാണ് താല്പര്യം. ആ അവസ്ഥയിൽ നിന്ന് മറ്റൊന്നാക്കി മാറ്റിയെടുക്കേണ്ടിരിക്കും. ഒരു കല്ലിനെ കരരൂപത്തിൽ നിന്ന് കട്ട രൂപത്തിൽ നിന്ന് പൊടി രൂപത്തിലാക്കണ്ടെങ്കിൽ നമ്മൾ ബലം പ്രയോഗിച്ചേ പറ്റും. കല്ലതിനെ എതിർക്കും. അവിടെ ഒരു എതിർ ശക്തിയുണ്ട്. അപ്പോൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും ആ എതിർപ്പിനെ മറികടന്നുകൊണ്ടാണ് നമ്മൾ കാര്യം സാധിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. ആ എതിർപ്പിനെയാണ് അസുരന്മാരെന്ന് പറയുന്നത്. ആ സഹായിക്കുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ശക്തിയാണ് ദേവന്മാരെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ദ്രൻ ദേവന്മാരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അസുരന്മാർ മുഴുവൻ തോൽപ്പിക്കും. ആ തോൽപ്പിക്കേണ്ടിക്ക് സ്തുതികൾ നമ്മൾ അർപ്പിക്കണം. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മം ചെയ്യണം. ഉദാഹരണമായിട്ട് ഒരു ചുട്ടിയിലെടുത്തിട്ട് കല്ല് പൊട്ടിക്കണ്ടിക്ക് ചുട്ടിയിലെടുത്തിട്ട് അടിച്ചാൽ മതി. എന്നാൽ ഒരു ഇരുമ്പിനെ പൊട്ടിക്കണ്ടിക്ക് ഒരു ഹാമർ എടുത്തിട്ട് അടിച്ചാലോ പൊട്ടില്ല. കാരണം അത് സയൻസ് അല്ല. അപ്പം സയൻസ് പറയുന്ന കാര്യത്തിലേ അത് ചെയ്യാൻ പറ്റും, അല്ലാതെ ഇന്ദ്രനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം പാപങ്ങളെല്ലാം, നമ്മളെ കഷ്ടപ്പാടെല്ലാം ദൂരീകരിച്ച് തരും. നമ്മൾ ഇന്ദ്രനെ സമീപിച്ചാൽ മതി. നമ്മളെ കഷ്ടപ്പാട് ദൂരീകരിക്കാൻ ഭയങ്കര വിശക്കുന്നുണ്ട്, ദൂരീകരിക്കാൻ ഇന്ദ്രനെ സമീപിച്ചാൽ മതി. അരിയും വെള്ളമെല്ലാം കൊടുത്തിട്ട് പാത്രത്തിലാക്കി കൊടുത്താൽ ഇന്ദ്രൻ ചോറാക്കി തരും, നമുക്ക് കഴിച്ചാൽ മതി. അവൻ ഈ ശത്രുക്കളെ എല്ലാം ആ യുദ്ധത്തിൽ അരിയിലും ചോറുണ്ടാക്കുമ്പോഴും അവിടെ ശത്രുതയുണ്ട്. അരി മസിൽ പിടിക്കുന്നുണ്ട്, എതിർക്കുന്നുണ്ട്. ആ എതിർപ്പെല്ലാം മാറ്റിയിട്ട് അരിനെയെല്ലാം പൊട്ടിച്ച് അതിൻ്റെ അകത്തുള്ള ബോണ്ടുകളെല്ലാം പൊട്ടിച്ചിട്ട് അത് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തരും. അത് സ്തുതികളെ അഭിമുഖീകരിക്കും. അത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമീപിക്കണം, എന്നാലേ അത് സ്വീകരിക്കുകയുള്ളൂ. കാരണം എന്തുകൊണ്ട്? വെള്ളത്തിലിട്ട് ചൂടാക്കിയാലേ അരിയാവുള്ളൂ. അല്ലാതെ പെട്രോൾ എടുത്തിട്ട് അതിൻ്റെ അകത്ത് അരി ഇട്ടിട്ട് വേവിക്കാൻ ഇന്ദ്രനോട് പറഞ്ഞാൽ ഇന്ദ്രനൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഇനി 270 ഇന്ദ്രനോട് പറയാണ്, ഭൂമിയുടെ താഴെ തട്ടിലുള്ളതെല്ലാം അങ്ങയാളാണ് പോഷിക്കപ്പെടുന്നത്. ഭൂമിൻ്റെ അടിയിലെന്ത്? സ്വർണം വെള്ളി എല്ലാം ഉണ്ട് ഭൂമിക്കടിയിൽ, മണ്ണിൻ്റെ അകത്ത്. അതിനെയെല്ലാം സംസ്കരിച്ചെടുക്കാൻ സഹായിക്കുന്ന ആരാണ്? ഇന്ദ്രനാണ്. അപ്പം ഭൂമിക്കടിയിലുള്ള ധനം നേടിയെടുക്കാൻ സഹായിക്കുന്നത് ഇന്ദ്രനാണ്. രത്നങ്ങളെല്ലാം, വെള്ളത്തിൻ്റെ അടിയിലുള്ളത് നേടിയെടുക്കാൻ രത്നങ്ങളെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം നേടിയെടുക്കാൻ സഹായിക്കുന്നത് ഇന്ദ്രനാണ്. പശു തുടങ്ങിയ ജീവജാലങ്ങൾ, ഭൂമിക്ക് മുകളിലുള്ള പശു പോലെയുള്ളതിനെല്ലാം സംരക്ഷിക്കാൻ നേടിയെടുക്കാൻ അത്തരം ധനങ്ങൾ, പശുവെല്ലാം ധനം തന്നെയല്ല, അതിൻ്റെ പിന്നിലും എല്ലാം പ്രവർത്തിക്കുന്ന ഇന്ദ്രനാണ്. ഇന്ദ്രനാണ് സൂര്യൻ്റെ വെളിച്ചം ഉപയോഗിച്ചിട്ട് ചെടികളിലെ ഇലകളിൽ ഭക്ഷണമെല്ലാം പാകം ചെയ്തിട്ട് പൂക്കുന്നതും കായ്ക്കുന്നതുമെല്ലാം അവിടെ ഉണ്ടാക്കുന്ന പ്രിപ്പയർ ചെയ്യുന്ന ഭക്ഷണം ഉപയോഗിച്ചിട്ടാണ്, ഇലകളിൽ വെച്ച്. അത് സൂര്യൻ്റെ വെളിച്ചം ഉപയോഗിച്ച് അവിടെ എല്ലാം ഇന്ദ്രൻ ആക്ട് ചെയ്യുന്നു. അപ്പം ഇന്ദ്രൻ ഭൂമിക്കടിയിലും ആക്ട് ചെയ്ത് തരും. നമുക്ക് സ്വർണ്ണമെല്ലാം എടുക്കാൻ ജലത്തിൻ്റെ അകത്ത് വേണമെങ്കിൽ രത്നങ്ങളെല്ലാം കിട്ടും. ഭൂമിക്ക് മുകളിലും ഇന്ദ്രൻ സഹായിക്കും. ഇനി 271 ഇന്ദ്രനോട് ചോദിക്കുകയാണ്, അങ്ങ് ഇതുവരെ എവിടെയായിരുന്നു എന്ന്. അതായത് നമ്മൾ കർമ്മം ചെയ്യാതെ എടുത്തപ്പോൾ ഇന്ദ്രനില്ല, ഇന്ദ്രന് വേറെ എവിടെയോ ആയിരുന്നു. ഇതുവരെ എവിടെ പോയിരിക്കുകയായിരുന്നു? ഇപ്പോൾ അങ്ങയുടെ ഹൃദയം ആരെപ്പറ്റിയാണ് ചിന്തിക്കുന്നത്? അങ്ങേരെപ്പോഴും ചിന്തിക്കുന്നത് എന്താണ്? ആരാണോ യജ്ഞം ചെയ്യുന്നത് അവിടെ പോയിട്ട് സഹായിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചുമ്മാ ഇരിക്കുമ്പോൾ അങ്ങേരെ എവിടെയായിരുന്നു? വേറെ ആരെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ആരായിരുന്നു ഉണ്ടായിരുന്നത്? എന്നിട്ട് പറയുകയാണ്, ഇപ്പം നമ്മൾ അസുരന്മാരെയെല്ലാം, എൻ്റെ ശത്രുക്കളെയെല്ലാം എതിർക്കാൻ വേണ്ടിയിട്ട് ഞാൻ യജ്ഞം ചെയ്യാൻ പോവുകയാണ്. അങ്ങ് എൻ്റെ അടുത്തേക്ക് വരിക. ഞാൻ പുതിയ പുതിയ ശാസ്ത്രതത്വങ്ങൾ, സ്തോത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങേ വിളിക്കുകയാണ്. അപ്പോൾ ഇന്ദ്രനെ വിളിക്കുകയാണ്, ഞാനിതാ കർമ്മം ചെയ്യാൻ പോകുന്നു. പുതിയ സയൻസ് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങ് എന്നെ വന്ന് സഹായിക്കുക. ഇനി 272 നമ്മൾ വലിയ യജ്ഞം നടത്താൻ പോകുമ്പോൾ അങ്ങ് വജ്രവുമായിട്ട് വന്നിട്ട് ഈ സോമം പാനം ചെയ്യണം. നമ്മൾ കൊടുക്കുന്ന സോമം ആ ഇന്ദ്രൻ എടുക്കും. ഉദാഹരണമായിട്ട് ഒരു കല്ലിനെ പൊടിയാക്കണ്ടെങ്കിൽ നമ്മൾ ഹാമർ എടുത്തിട്ട് അടിക്കുമ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്യും? വജ്രവുമായിട്ട് വന്നിട്ട്
ആ കല്ലിൻ്റെ അകത്ത് കയറിയിട്ട് അതിൻ്റെ അകത്തുള്ള ബോണ്ടുകളെല്ലാം പൊട്ടിച്ചിട്ട് അതിനെ പൊടിയാക്കി മാറ്റും. അപ്പോൾ അതിനെന്ത് വേണം? പൊടിക്കേണ്ട ആയുധം വേണം. അവിടെ നടക്കുന്ന പ്രക്രിയ എന്താണ്? കട്ടയായ കല്ല് പൊടിയായി മാറുകയാണ്. അപ്പോൾ അവിടെ വലിയ രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. ആറ്റങ്ങളെ ബോണ്ടുകളെല്ലാം പൊട്ടിക്കുന്നുണ്ട്. പൊട്ടിക്കണ്ടിക്ക് ഇന്ദ്രന് നല്ല വജ്രായുധം വേണമല്ലോ. അതുകൊണ്ടാണ് വജ്രായുധമായിട്ട് വന്നിട്ട് നമ്മൾ നൽകുന്ന സോമം കട്ടയാണ്, അതിനെ പൊടിച്ചിട്ട് പൗഡറാക്കി തരും. ഞങ്ങൾ നല്ല അരിച്ചെടുത്ത സോമമാണെന്ന് എനിക്ക് തരുന്നത്. അതായത് ശുദ്ധമായ സോമം കൊടുത്താൽ നല്ലവണ്ണം പൊടിച്ചു തരും. ഉദാഹരണമായിട്ട് നല്ല കല്ല് കൊടുത്തു കഴിഞ്ഞാൽ പൊടിച്ചിട്ട് നല്ല പൗഡറാക്കി തരും. അല്ലാതെ ഒരുമാതിരി ചളിമാതിരിയുള്ള കല്ല് കൊടുത്തു കഴിഞ്ഞാൽ പൊടിച്ചിട്ട് പൊടിയാക്കി തരാനൊന്നും പറ്റില്ല. അതുമാതിരി കുഴഞ്ഞു കിടക്കുകയുള്ളൂ. അപ്പം നല്ല കല്ലാണെങ്കിൽ നല്ല പൊടിയാക്കി തരും. ഒരുമാതിരിയുള്ള കല്ലാണെങ്കിൽ അതുമാതിരിയാക്കി തരും. എന്നിട്ട് അപ്പം നമ്മൾ നല്ല ശുദ്ധമായ സോമമാണ് തരുന്നത്. അപ്പം ശുദ്ധമായ സോമം കൊടുത്തു കഴിഞ്ഞാൽ നല്ല ശുദ്ധമായ, ഇപ്പം കരിങ്കല്ലാണ് കൊടുത്തിരിക്കുന്നത്, ശുദ്ധമായ കരിങ്കല്ലാണ് കൊടുത്തിട്ട് നല്ല പാറപ്പൊടി തരും. പക്ഷേ ഒരു മണ്ണും എല്ലാം കൂടി ചേർന്ന തരത്തിലുള്ള കല്ലാണെങ്കിലോ അത് പൊടിച്ചു കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഒരുമാതിരി എന്തോ ആയിട്ടാണ് കിട്ടുക. അപ്പം ശുദ്ധമായ സോമം നമ്മൾ നൽകിയാണ്. ഇനി എന്തുകൊണ്ട്? അതിൻ്റെ കൂടെ സ്തോത്രവും നൽകിയാണ്, സ്തുതിയും നൽകിയാണ്. ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നൽകുന്നത്. ഒരു ഇരുമ്പിനെ പരത്താനാണെങ്കിൽ നമ്മൾ നല്ലോണം ചൂടാക്കിയിട്ടാണ് ഇന്ദ്രന് നൽകുക. അപ്പോൾ ഇന്ദ്രന് പെട്ടെന്ന് അടിച്ച് പരത്താൻ പറ്റും. അല്ല ചൂടില്ലാതെ കൊടുത്തു കഴിഞ്ഞാലോ ഇന്ദ്രൻ കുറേ പാടും. അപ്പം സ്തോത്രത്തിലൂടെ ശുദ്ധമായ സോമം ഞാൻ നൽകുകയാണ്. നീ വന്നിട്ട് നമ്മളെ സഹായിക്കുക. നീ വജ്രായുധവുമായിട്ട് വന്നിട്ട് നമ്മൾക്ക് സഹായിക്കുക. നമുക്ക് വേണ്ടത് നമ്മുടെ ആഗ്രഹം സാധിപ്പിച്ചു തരിക.